ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ 6ാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 2-3 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് നടന്ന മാത്സിൻ്റെ ആൻസർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു പോയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആക്ടിവിറ്റി 1 എന്ന് പറയുന്ന ഒരു പോയം അല്ലെങ്കിൽ പാസേജ് തരും. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പാസേജിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ 4 മാർക്ക് മിസ്സാക്കരുത്. ചിലപ്പോൾ 5 ചോദ്യങ്ങളായിരിക്കാം. Okay, you are familiar with the poem Plowman in your text. Read the following poem carefully and answer the question below. Without farming, none of us have a future. Farming will change, but it cannot stop. You need a farmer every day for everything you eat and drink. Farming is a relationship, animals, plants, the land working together with the humans, perhaps hand in hand, or maybe coercing, abusing, and all that first isn't up to us. അപ്പോൾ ഈ ഒരു പോയം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിങ്ങിനെ കുറിച്ചാണെന്ന്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ദ തീം ഓഫ് ദ പോയം എന്താണ്? ഫാമിംഗ് ആണ്. ദ തീം ഓഫ് ദ പോയം ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്. അത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദ തീം ഓഫ് ദ പോയം ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ദ എക്സ്പ്രഷൻ നൺ ഓഫ് us ഹാവ് എ ഫ്യൂച്ചർ? നമുക്കൊന്നും ഫ്യൂച്ചർ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് വിത്തൗട്ട് ഫാമിംഗ് ഹ്യൂമൻ സിവിലൈസേഷൻ വുഡ് നോട്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. അപ്പം ഫാമിംഗ് ഇല്ലെങ്കിൽ നമ്മളാരും ഇല്ല. വിത്തൗട്ട് ഫാമിംഗ് നൺ ഓഫ് ഹസ് ഹാവ് എ ഫ്യൂച്ചർ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ നിലനിൽപ്പില്ല. ഹ്യൂമൻ സിവിലൈസേഷൻ വുഡ് നോട്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. ഇനി അടുത്തത് റൈറ്റ് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ്. പോയം തന്ന റൈമിംഗ് വേർഡ്സ് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റൈമിംഗ് വേർഡ്സ് എന്നറിയാം. ഈ നമ്മുടെ ഒരു വേർഡിൻ്റെ അറ്റത്ത് നോക്കുക, എന്നിട്ട് ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ലാൻഡ്, ഹാൻഡ്, ഡി എന്നുള്ള ശബ്ദത്തിലാണ് അത് എൻഡ് ചെയ്തത്. അപ്പോൾ ലാൻഡും ഹാൻഡും എന്താണ്? ഒരു റൈമിംഗ് വേർഡ്സാണ്. ഇവിടെ നോക്കൂ, ഫസ്, അസ്, രണ്ടും എസ് എന്ന സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു റൈമിംഗ് വേർഡ്സാണ്. പിന്നെ ഫ്യൂച്ചർ, നേച്ചർ, അതും ഒരു റൈമിംഗ് വേർഡ്സാണ്. ഓക്കെ, ഇനി അടുത്തതൊരു സ്യൂട്ടബിൾ ടൈറ്റിലാണ്. അതും ഉണ്ടാവും. ഒരു പോയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി തരും, അപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. നമുക്ക് ഇതിലെഴുതാം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് എഴുതാം. ഇനി അടുത്തൊരു കോൺവെർസേഷനാണ്. നമ്മൾ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് എന്ന ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ബഷീറിൻ്റെ വൈഫും ആൻഡ് ഹെർ കസിൻ വെൻറ്റ് ടു ഷൂട്ട് ദ ബാറ്റ്സ്. ബാറ്റിനെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സീയിങ് ദ ഗൺ ഇൻ ദെയർ ഹാൻഡ്സ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ട്? ഗണ്ണുണ്ട്, തോക്കുണ്ട്. സം ഓഫ് ദ കുറച്ച് വില്ലേജേഴ്സ് ബിക്കെയിം ആൻഷ്യസ്. അവർ ആൻഷ്യസായി, ഉത്കണ്ഠാകുലരായി, എന്താ തോക്കുമായിട്ട് ഇവർ പോകുന്നതെന്ന്. വെൻറ്റ് ടുവേർഡ്സ് ദം. എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തൊക്കെ ചോദിക്കുക? നിങ്ങൾ എന്തിനാണ് ഈ തോക്കും കൊണ്ട് പോകുന്നത്? നിങ്ങൾ വെടിവെക്കാനാണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചൂടെ എന്നൊക്കെ ചോദിക്കുക അല്ലേ? റൈറ്റ് പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ വില്ലേജർ ആൻഡ് എ കസിൻ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്ക് 5 മാർക്കാണ് ഓരോ ആക്ടിവിറ്റി ഉണ്ടാവുക. അപ്പോൾ 5 കോൺവെർസേഷനെങ്കിലും നമ്മൾ മിനിമം എഴുതിയിരിക്കണം. കൂടുതൽ എഴുതിയ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ മിനിമം നമ്മൾ 5 എണ്ണമെങ്കിലും എഴുതണം. അപ്പോൾ വില്ലേജർ ചോദിക്കും, എക്സ്ക്യൂസ് മീ, ഹൂ ആർ യു? ഇപ്പോൾ ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് സെൻറ്റൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വൊക്കാബുലറി കൂടി ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് എല്ലാം വായിച്ച് നോക്കാം. വില്ലേജർ ചോദിക്കുക, എക്സ്ക്യൂസ് മീ, ഹൂ ആർ യു? അപ്പോൾ വില്ലേജർ വന്ന് ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണ്? അപ്പോൾ കസിൻ പറയണം, ഐ ആം ബഷീർസ് വൈഫ്സ് കസിൻ ആൻഡ് യു. ഞാൻ ബഷീറിൻ്റെ വൈഫിൻ്റെ കസിനാണ്. അപ്പോൾ നിങ്ങളോ? ഐ ആം രമേശ് ഫ്രം ദ നെയ്ബറിങ് ഹൗസ്. വാട്ട് ബ്രിങ്സ് യു ഹിയർ വിത്ത് ഗൺ? ഞാൻ ഇവിടെ അടുത്തുള്ള രമേശാണ്. വാട്ട് ബ്രിങ്സ് യു ഹിയർ വിത്ത് ഗൺ? നിങ്ങളെന്താ തോക്കൊക്കെ ആയിട്ട്? വാട്ട് ബ്രിങ്സ് യു ഹിയർ വിത്ത് ഗൺ? കസിൻ, വി ആർ ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ബാറ്റ്സ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഞങ്ങൾ ബാറ്റ്സിനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. ദാറ്റ് ആർ ഡെസ്ട്രോയിങ് ബഷീർ കോക്കനട്ട്. ബഷീറിൻ്റെ വീട്ടിലെ കോക്കനറ്റൊക്കെ നശിപ്പിക്കുകയാണ് ബാറ്റ്സ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഗെറ്റ് റിഡ് ഓഫ് അയക്കുക, അതായത് ഒഴിവാക്കണം. ദേ ആർ കോസിങ് എ ലോട്ട് ഓഫ് ഡാമേജ്. ഒരുപാട് നഷ്ടം വരുത്തുന്നുണ്ട്. അപ്പോൾ വില്ലേജർ പറയും, ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എനിക്ക് നിങ്ങളെ പ്രോബ്ലമൊക്കെ മനസ്സിലായി. ബട്ട് ആർ യു ഷുവർ ഷൂട്ടിങ് ദ മീൻസ് ദ സൊല്യൂഷൻ? ഇതിനെ ഷൂട്ട് ചെയ്താൽ ഇതൊക്കെ പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഇതൊരു പരിഹാരമാവുമോ, ഒരു സൊല്യൂഷൻ ആവുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും. ആർ യു ഷുവർ ഷൂട്ടിങ് ദ മീൻസ് ദ സൊല്യൂഷൻ? വാട്ട് ഇഫ് യു ഹാം സമ്മൺ ആക്സിഡൻ്റലി? ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലോ?
എന്തെങ്കിലും അപകടം പറ്റിയാലോ കസിൻ, വി വിൽ ബി കെയർഫുൾ, വി ജസ്റ്റ് വാണ്ട് ടു സ്കെയർ ദം അവേ. ഓ ഞങ്ങൾ കെയർഫുൾ ആയിക്കോളാം, ഞങ്ങൾ ജസ്റ്റ് അവരെ പേടിപ്പിക്കാനാണ്. വി ജസ്റ്റ് വാണ്ട് ടു സ്കെയർ ദം അവേ. ബട്ട് ഹാവ് യു കൺസിഡേർഡ് അതർ ഓപ്ഷൻ? നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് സ്വീകരിച്ചൂടെ? മേ ബി ദർ ഈസ് എ വേ ടു സേഫ്ലി റീലൊക്കേറ്റ് ദം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, വി ഡിഡിൻ തിങ്ക് ഓഫ് ദാറ്റ്. ഡു യു നോ എനിവൺ ഹൂ ക്യാൻ ഹെൽപ്പ് അസ് വിത്ത് ദാറ്റ്? അതിനെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറ്റിക്കൂടെ? അപ്പോൾ കസിൻ പറയാം, ഓ അതൊരു ഗുഡ് ഐഡിയ ആണ്, ഞങ്ങൾ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. വി ഡിഡിൻ തിങ്ക് ഓഫ് ദാറ്റ്. ഡു യു നോ എനിവൺ ഹൂ ക്യാൻ ഹെൽപ്പ് അസ്? നിങ്ങൾക്ക് ആരെയും അറിയാം ഞങ്ങൾ അതിന് സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഐ നോ എ വൈൽഡ് എക്സ്പേർട്ട് ഹൂ മൈറ്റ് ബി ഏബിൾ ടു അസിസ്റ്റ് യു. അപ്പോൾ ഒരുപാട് കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് പറ്റിയത് നോക്കി മനസ്സിലാക്കി എഴുതുക. പിന്നെ ഇതിൻ്റെ ഇത് കുറച്ചൊരു ലെങ്തിയാണ്, കുറച്ച് ചെറിയ സിമ്പിൾ വേർഡ്സൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. വില്ലേജ്, എക്സ്ക്യൂസ് മീ, ഹു ആർ യു? ബഷീർസ് വൈഫ്, കസിൻ, വാട്ട്സ് വിത്ത് ദ ഗൺ? എന്താ ഗണ്ണായിട്ട്? യു ആർ ട്രൈങ് ടു സ്കെയർ അവേ ദ ബാഡ്സ് ഡിസ്ട്രോയിങ് ബഷീർ കോക്കനട്ട്. ആർ യു ഷുവർ ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ എന്നും? വി വിൽ ബി കെയർഫുൾ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. മേ ബി വി ക്യാൻ ഫൈൻഡ് ടു അനദർ വേ ടു ഡീൽ വിത്ത് ദ ബാഡ്സ്. വേറെ എന്തെങ്കിലും മാർക്കം നിങ്ങൾ കണ്ടെത്തിക്കൂടെ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഡു യു ഹാവ് എനി സജഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അപ്പോൾ നമ്മൾ 2 മോഡൽ കോൺവെർസേഷൻ നമ്മൾ വായിച്ചു. ഇനി പ്രിപ്പയർ എ സ്പീച്ചാണ്, ഒരു സ്പീച്ചാണ് നമുക്ക് ഉള്ളത്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഓർഗനൈസ്ഡ് എ ഫംഗ്ഷൻ ടു ഹോണർ എ ഫാമർ ടു ഇൻ യുവർ വില്ലേജ് ഹു വൺ ദ കർഷകശ്രീ അവാർഡ്. യു ആർ ആസ്ക്ഡ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ദ ഒക്കേഷൻ. അപ്പോൾ നേച്ചർ ക്ലബ്ബ്, നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു ഫാമറെ ഹോണർ ചെയ്യാണ്. അപ്പോൾ കർഷകശ്രീ കിട്ടിയിട്ടുണ്ട്, ഹു വൺ ദ കർഷകശ്രീ അവാർഡ്. അപ്പോൾ നിങ്ങളോട് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്താണ് സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്? ദ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഗാർഡൻ. അതാണ് നമ്മുടെ സ്പീച്ചിൻ്റെ സബ്ജക്റ്റ്. അത് നമുക്ക് കുറച്ച് ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഫ്രഷ്, പെസ്റ്റിസൈഡ് ഫ്രീ, ന്യൂട്രീഷ്യസ്, സ്ട്രെസ് റിഡക്ഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഹെൽത്തി ലൈഫ്, അഡീഷണൽ ഇൻകം, നാച്ചുറൽ മാനർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു പിന്നെ സ്പീച്ച് തയ്യാറാക്കണം. അപ്പോൾ സ്പീച്ച് തയ്യാറാക്കണമെങ്കിൽ അതിനൊരു ചെറിയൊരു ഫോമാറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ സല്യൂട്ടേഷൻ, നമ്മളൊരു സദസ്സിനെ അഭിസംബോധന ചെയ്യണമല്ലോ, സല്യൂട്ടേഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് റെസ്പെക്റ്റഡ് ഗസ്റ്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഒരു സല്യൂട്ടേഷൻ, നമ്മളൊരു കൺക്ലൂഷനും കൊടുക്കുക. സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷനും കൊടുക്കണം. അതാണ് സ്പീച്ചിൻ്റെ ഒരു ഫോർമാറ്റ്. പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ മാറ്റർ. ഇപ്പോൾ സ്പീച്ച് ഏതൊക്കെ സബ്ജക്റ്റ് വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫാമിങ്ങിനെ പറ്റിയിട്ട് സ്പീച്ച് വന്നിട്ടുണ്ട്. ഇൻ കേസ് വരാം. ഐ ആം ഹോണർഡ് ടു ബി സ്പീക്കിംഗ് ഓൺ ദിസ് ഒക്കേഷൻ ആസ് വി ഗാദർ ടു സെലിബ്രേറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് അവർ വില്ലേജ് ഫാമർ ഹു വാസ് വൺ ദ പ്രസ്റ്റീജിയസ് കർഷകശ്രീ അവാർഡ്. അപ്പോൾ ഐ ആം ഹോണർഡ് ടു ബി സ്പീക്കിംഗ് ഓൺ ദ ഒക്കേഷൻ. എനിക്ക് ഈ അവസരത്തിൽ പ്രസംഗം പറയാൻ അവസരം ലഭിച്ചതിൽ വളരെ കൃതാർത്ഥനാണ്. ആസ് വി ഗാദർ ടു സെലിബ്രേറ്റ്, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ടു സെലിബ്രേറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് അവർ വില്ലേജ് ഫാമർ, നമ്മുടെ വില്ലേജ് ഫാമറിൻ്റെ അച്ചീവ്മെൻറ്റിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഹു വാസ് വൺ ദ പ്രസ്റ്റീജിയസ് കർഷകശ്രീ അവാർഡ്. കർഷകശ്രീ അവാർഡ് കിട്ടിയ ഫാമറെ നമ്മൾ അഭിനന്ദിക്കാനാണ്. Today, I want to talk about the importance of growing vegetables and fruits in our garden. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ സ്വന്തം ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. Today, I want to talk about the importance of growing vegetables and fruits in our own garden. This simple but yet powerful practice has numerous benefits for our health well-being. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്, പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ന്യൂമറസ് ബെനഫിറ്റ് ഫോർ അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും അവരുടെ എൻവയോൺമെൻറ്റിനും ഇത് വളരെ മെച്ചപ്പെട്ടതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഹോം ഗ്രൗണ്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഫ്രഷ്. ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം എന്താണ്? അതെന്തായിരിക്കും? ഹോം മെയ്ഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്തായിരിക്കും? ഫ്രഷ് ആയിരിക്കും. പെസ്റ്റിസൈഡ് ഫ്രീ ആയിരിക്കും, കീടനാശിനികളൊന്നും ഉണ്ടാവില്ല. ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസിൽ വളരെ റിച്ച് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ടേസ്റ്റ്, മേക്കിംഗ് ദം ടു ഡിലൈറ്റ് ടു ഈറ്റ്. ബൈ ഗ്രോയിങ് അവർ ഓൺ ഫുഡ് വി ക്യാൻ അവോയ്ഡ് കൺസ്യൂമിങ് കെമിക്കൽസ്.
In conclusion, growing vegetable and fruits in our garden is a simple yet powerful way to improve our health, well-being and the environment. I urge everyone to take up gardening and experience the numerous benefits it has to offer. Once again, I would like to congratulate our village farmer on winning the Karshakasri Award. Your dedication and hard work are an inspiration to us all. Thank you. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതേപോലെ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടുഡേ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അതിനെ പറ്റിയിട്ട് പറയാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ഇത് എഴുതാം, ഈ പോയിൻ്റ് എഴുതാം. ഇത് ചുരുക്കി വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഹോം ഗ്രോൺ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഫ്രഷ് ആൻഡ് പെസ്റ്റിസൈഡ് ഫ്രീ. ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ടേസ്റ്റ് അത്ര മതി. ഓക്കെ. പിന്നെന്താണ്, I urge everyone to take up gardening and experience the numerous benefits it has to offer. Once again, I would like to congratulate our village farmer. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഈ മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് തന്നെ എഴുതുക. പ്രിപ്പയർ പോസ്റ്റർ മസ്റ്റാണ്, എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഒരുപാട് പോസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വാട്ടർ സ്കെയർസിറ്റിനെ പറ്റിയിട്ടാണ്. ഇത് ജലദൗർലഭ്യത. സ്കെയർസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദൗർലഭ്യം, വെള്ളം കിട്ടാത്ത അവസ്ഥ. ഈസ് എ മേജർ ഇഷ്യൂ വി ഫേസ് നൗ ഡേയ്സ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വാട്ടർ സ്കെയർസിറ്റി. ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ് ഡൈ വിത്തൗട്ട് വാട്ടർ. ഹ്യൂമൻ ബീയിങ്സും അതേപോലെ തന്നെ ആനിമൽസും മരിക്കുകയാണ്, വെള്ളമില്ലാണ്ട് മരിക്കുകയാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസേർവ് വാട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിനെ കൺസേർവ് ചെയ്യണം. സോ ആസ് എ പാർട്ട് ഓഫ് റെയിൻ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ യു മെയ്ഡ് എ റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ് ഇൻ യുവർ സ്കൂൾ. അപ്പോൾ മഴക്കുഴി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മഴക്കുഴി ഉണ്ടാക്കുകയാണ്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പിറ്റ്. അപ്പോൾ ഈ പിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ വളരെ ആകർഷകമായിരിക്കണം, നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം നമ്മുടെ പോസ്റ്റർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കളർ യൂസ് ചെയ്യാം, നല്ല ചിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളിവിടെ വാട്ടർ ഹാർവെസ്റ്റിംഗ് പിറ്റാണ്. പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി. അപ്പോൾ ആ കുഴിയുടെ ചിത്രമൊക്കെ ഉണ്ടാക്കുക, ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുക, പ്ലാന്റ്സ് വരയ്ക്കുക, ഒരു വെള്ളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ നീല കളറാണല്ലോ കൊടുക്കുക. അപ്പോൾ ഒരു ഇളം നീല കളറൊക്കെ കൊടുക്കുക, ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു നല്ല ഹെഡിങ് കൊടുക്കുക, പിന്നെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്ററിനെ സംബന്ധിച്ച്. ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോസ്റ്ററിൽ. അത് നിങ്ങൾ എന്തായാലും ചെയ്താൽ, ആ മെസ്സേജ് എഴുതിയാലേ നിങ്ങൾക്ക് 5 മാർക്ക് ആ പോസ്റ്ററിന് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് മെസ്സേജ് നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ 5-6 എണ്ണം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. കൺസേർവ് വാട്ടർ, കൺസേർവ് ലൈഫ്. വെള്ളം സംരക്ഷിക്കൂ, ജീവിതം സംരക്ഷിക്കൂ. ഹാർവെസ്റ്റ് ദ റെയിൻ, ഫീഡ് ദ എർത്ത്. റെയിൻ ഹാർവെസ്റ്റ് ചെയ്യൂ, ഭൂമിയെ ഫീഡ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഭക്ഷണം കൊടുക്കൂ എന്നുള്ള അർത്ഥം. സേവ് ദ സിൽവർ ഡ്രോപ്സ്, ഗെറ്റ് റിവാർഡ്സ് ഫ്യൂച്ചർ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇസ് ദ ബെസ്റ്റ് വേ ടു സേവ് ദ എർത്ത് ഫ്രം വാട്ടർ സ്കേഴ്സിറ്റി. സേവ് റെയിൻ വാട്ടർ ടുഡേ ടു എൻജോയ് യുവർ ടുമാറോ ഓൺ എർത്ത്. ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫ്രഷ് വാട്ടർ. ഇങ്ങനെ ഒട്ടനവധി വാട്ടർ സ്കേഴ്സിറ്റിൻ്റെ പോസ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 2 എണ്ണമെങ്കിലും മിനിമം പഠിച്ചെടുക്കുക. എങ്ങാനും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് എഴുതാം. ഓക്കെ. ഇനി അടുത്തൊരു ഡിസ്ക്രിപ്ഷനാണ്. ഡു യു റിമെമ്പർ ദ സ്റ്റോറി ഓഫ് ഗ്രെയിൻ? ഗ്രെയിൻ്റെ ആ പാട്ട് നിങ്ങൾക്കറിയാമല്ലോ. ദ കിങ് ഓർഡേഡ് ഹീസ് സെർവൻറ്റ് ടു ബ്രിങ് ദ ഓൾഡ് പെസൻറ്റ് ടു ദ പാലസ്. അപ്പോൾ കിങ് ഓർഡർ ചെയ്യാണ് ആ വയസ്സായ കർഷകനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാം. ദ സെർവൻറ്റ് വെൻറ്റ് ടു ദ ഓൾഡ് പെസൻറ്റ് ഹൗസ് ആൻഡ് ടുക്ക് ഹിം ടു ദ പാലസ്. അപ്പോൾ അദ്ദേഹത്തെ പാലസിലേക്ക് കൊണ്ടുവന്നു. വെൻ ദേ ലെഫ്റ്റ് ദ ഓൾഡ് മാൻസ് വൈഫ് വാസ് വെറീഡ്. അപ്പോൾ ഈ പെസൻറ്റിനെ കൊണ്ടുപോയപ്പോൾ വീട്ടിലുള്ള ഭാര്യ എന്തൊക്കെ വിഷമിച്ചു. വൈ ഡിഡ് ദ കിങ് കോൾ മൈ ഹസ്ബൻഡ്? എന്തിനായിരിക്കും ഹസ്ബൻഡിനെ എൻ്റെ ഹസ്ബൻഡിനെ രാജാവ് വിളിപ്പിച്ചത്? ഷീ ആസ്ക്ഡ് ഹെർസെൽഫ്. അവരോട് തന്നെ ചോദിക്കുകയാണ്. ലേറ്റർ ഇൻ ദ ഈവനിങ് ദ മാൻ റിട്ടേൺഡ് ഫ്രം പാലസ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അയാൾ പാലസിൽ നിന്ന് വന്നു. ദ വൈഫ് വാസ് വെയിറ്റിംഗ് ഫോർ ഹിം. ഹി ഡിസ്ക്രൈബ്ഡ് all the events to her. How will he describe the events that happened in the palace? അതായത് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ പാലസിൽ നടന്ന സംഭവങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങളെ കൂട്ടി കൊണ്ടുപോയതെന്ന്. അപ്പോൾ ഈ പെസൻറ്റ് ഓരോ കാര്യങ്ങൾ പറയാണ്, നറേഷനാണ്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം.
അപ്പോൾ ആദ്യം മുതൽ പറയണം, ഐ വാസ് എക്സൈറ്റഡ് വെൻ ദ കിങ് കോൾഡ് മീ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്നെ കിങ് വിളിച്ചു. വെൻ ഐ ഗോട്ട് ദർ ദ പീപ്പിൾ വർ കൺഫ്യൂസ്ഡ്, ദേ ഹാഡ് സംതിങ് ബട്ട് ഐ കുഡിൻ സീ ഓർ ഹിയർ വെൽ, സോ ഐ ഡിഡ് നോ വാട്ട് ഇറ്റ് വാസ്. ആൾക്കാരൊക്കെ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷേ എനിക്ക് നല്ലോണം കേൾക്കുകയും കാണുകയൊന്നും ചെയ്യില്ലല്ലോ, അതിനെക്കൊണ്ട് എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ദ കിങ് ആസ്ക്ഡ് ഇഫ് ഐ ന്യൂ വാട്ട് ഇറ്റ് വാസ്. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ലൈക്ക് എ ബിഗ് റെയിൻ ആസ് ബിഗ് ആസ് ഹാൻഡ്സ് ഒക്കെ. അങ്ങനെ ഞാനത് നോക്കിയപ്പോൾ ഒരു ബിഗ് റെയിനാണ്, ഒരു കോഴിമുട്ടയോട് വലുപ്പമുള്ള വലിയൊരു ഗ്രെയിനാണ്, ധാന്യമണിയാണ്. ഐ ഹാഡ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ഐ ടോൾഡ് ദ കിങ് ടു ആസ്ക് മൈ ഫാദർ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുകയായിരിക്കും. ഹു നോസ് മോർ അബൌട്ട് ഫാമിംഗ് ദാൻ മീ. എന്നെക്കാട്ടും കൂടുതൽ കൃഷിയെക്കുറിച്ച് അറിയാം എൻ്റെ അച്ഛനാണ്. ഹു നോസ് മോർ അബൌട്ട് ഫാമിംഗ് ദാൻ മീ. ദ കിങ് അഗ്രീഡ് ആൻഡ് ഐ വെൻറ്റ് ടു ഹോം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനാണ്, പ്രിപ്പയർ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ദ ഡിസ്കവറി ഓഫ് ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ്. പിന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഇതിനെ പറ്റിയിട്ട് പത്രത്തിൽ വന്നു, ആ ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ജയൻറ്റ് ഗ്രെയിൻ ഡിസ്കവറി സ്റ്റൺസ് വില്ലേജുകാരെ സ്റ്റണ്ട് അടുപ്പിച്ചിട്ട് വലിയൊരു ധാന്യമണി കിട്ടി. പിന്നെ നമ്മൾ സബ് ഹെഡ്ലൈൻ വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഹെഡ്ലൈൻ തന്നെ മതി. ലോക്കൽ ഫാമേഴ്സ് അൺകവേഴ്സ് എനോമസ് ഗ്രീൻ ഏതെങ്കിലും ഒന്ന് ഇത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലൊക്കേഷനും ഡേറ്റും ആണ് ഇത്. എവിടെയാണോ സ്ഥലത്തിന് ഈ സംഭവം നടന്നത് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് നിർബന്ധമായിട്ട് ന്യൂസ് റിപ്പോർട്ട് വന്നാൽ നിങ്ങൾ എഴുതണം. ഡേറ്റും പറ്റുമെങ്കിൽ എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ മാറ്റർ എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഹെഡ്ലൈനിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് എഡിറ്റിംഗ് ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിന് നമുക്ക് 5 മാർക്കാണ് നമുക്ക് കിട്ടുക. ഈ എഡിറ്റിങ് മിക്കവാറും ഒരേ സെയിം തിങ് തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവും, പിന്നെ നമ്മൾ ചിലപ്പം പാസ്റ്റ് ടെൻസ് ആക്കാനുണ്ടാവും, വേർഡ് ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും, സ്പെല്ലിംഗ് തെറ്റിച്ചിരിക്കും. ഇങ്ങനെ സ്ഥിരം വരുന്ന ഒരു 4-5 പാറ്റേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ദ കിങ് സെൻറ്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. അപ്പോൾ ഓൾഡ് മാനിൻ്റെ ഫാദറാണ്. അപ്പം മാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അപ്പോസ്ട്രോഫീൻ്റെ കുറവുണ്ട്, ഒരു കോമയുടെ കുറവുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദേ ഫൈൻഡ് ഹിം. ഇവിടെ ഫൈൻഡ് അല്ലെല്ലാം പാസ്റ്റ് ടെൻസിലാണല്ലോ കൊടുത്തത്. കിങ് സെൻറ്റ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചാൽ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ദേ ഫൗണ്ട് എന്ന് തന്നെ എഴുതണം. ഓക്കെ, ആൻഡ് ബ്രോട്ട് ഹെർ ബിഫോർ. ബ്രോട്ട് ഹെർ എന്ന് പറയുമോ, നമ്മൾ ഒരിക്കലും ഹെർ പറയില്ല, ബ്രോട്ട് ഹിം ആണ് പറയുക. ഓക്കെ, നമ്മൾ പുരുഷന്മാരെ സൂചിപ്പിക്കാൻ ഹിമ്മും സ്ത്രീകളെ സൂചിപ്പിക്കാൻ ലേഡീസിനെ ഹെറും ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ബ്രോട്ട് ഹെർ അല്ല, ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. ഇവിടെ നോക്കൂ, ഹീക്ക് എന്താ കുഴപ്പം, ഹീക്ക് കുഴപ്പമുണ്ട്. ഹീ എന്ത് എഴുതണം, ഹീ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഓക്കെ, ഹീ എൻറ്റേഡ് വാക്കിംഗ് എന്താ ഹീ ഇതാ. ഇനി ഇവിടെ നോക്കും, ഇങ്ങനെ വേർഡ് തെറ്റിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ് തെറ്റിച്ച് നോക്കും. അപ്പോൾ ഇവിടെ നിങ്ങളൊന്നും ചെയ്യാനില്ല, ഹിസ് ഐസ് വെർ. ഈ ഐസിന് മുന്നോട്ട് എടുത്ത് എഴുതിയാൽ മതി. വേറെ ഐസ് ഉള്ളത് ഐസ് വെർ വെക്കുക. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് എഡിറ്റിങ് വരിക. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ആക്കേണ്ടടുത്ത് പാസ്റ്റ് ടെൻസ് ആക്കുക. പിന്നെ ക്യാപിറ്റലൈസേഷൻ, പിന്നെ സ്പെല്ലിംഗ് തെറ്റുണ്ടാവും, ചിലതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കണം. ഇതിലത് ചോദിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവം വേർഡ് ഓർഡർ തെറ്റിച്ച് തരിക. ഇതൊക്കെ എല്ലാത്തിലും വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ താങ്ക് യു. നമുക്ക് ഇനിയും വേറെയും വീഡിയോസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.